എൻ്റെ ഉറവിടം അല്ലേ, നീ എൻ്റെ മറവിടം അല്ലേ, നീ എൻ്റെ ഉറവിടം അല്ലേ, നീ എൻ്റെ മറവിടം അല്ലേ. സർവാംഗ സുന്ദരൻ നീ, സർവത്തിൻ നായകൻ നീ, സർവാംഗ സുന്ദരൻ നീ, സർവത്തിൻ നായകൻ നീ, നീ എൻ്റെ ഉറവിടമല്ലേ, നീ എൻ്റെ മറവിടം അല്ലേ, നീ എൻ്റെ ഉറവിടം അല്ലേ, നീ എൻ്റെ മറവിടമല്ലേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നമുക്ക് തന്ന വചനം ഒത്തിരി വിലയേറിയൊരു വചനമാണ്. 32-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ എനിക്ക് മറവിടമാകും. എൻ്റെ പ്രതിസന്ധികളിലൊക്കെ എനിക്ക് മറഞ്ഞിരിക്കാനുള്ള ഇടം, ഒളിവിടം, ഹൈഡിങ് പ്ലേസ്. എന്ത് ഭയങ്കരമല്ലേ അത്. വലിയ കാറ്റുകളും കോളുകളും ഒക്കെ വരുമ്പോൾ മറഞ്ഞിരിക്കാനൊരു പ്ലേസ്. പറയാണ്, നീയാണ് എൻ്റെ മറവിടം. ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കാതെ എനിക്ക് ഒളിഞ്ഞിരിക്കുവാനുള്ള മറവിടമാണ് യേശുവേ നീ. അതുകൊണ്ട് കഷ്ടകാലത്ത് ആമേൻ, കഷ്ടങ്ങളിൽ നിന്ന് ഞാൻ സൂക്ഷിക്കപ്പെടും. രക്ഷയുടെ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. സോങ് ഓഫ് ഡെലിവറൻസ് എന്നാ പറയുന്നത്. എൻ്റെ ഘോഷം എന്ന് പറയുന്നത് ഒരു ഡെലിവറൻസിന്റെ സോങ് ആണ്. ഹല്ലേലൂയ. അത്രയാണോ? ഈ മറവിടത്തിലിരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അതെന്താ? നീ എന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പ്രൈസ് ഗോഡ്. എത്ര സ്നേഹവാനാണ് നമ്മുടെ ദൈവം. നമ്മൾ പേടിച്ച് ഭയപ്പെട്ടാണ് കർത്താവിൻ്റെ അടുത്ത് പോയി മറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ കർത്താവ് നമ്മളെ ഒരു അപ്പൻ മക്കളെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കും. മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ നടക്കരുത്, ഉപദേശിക്കും. എന്നാൽ ലോകത്തിലെല്ലാവർക്കും ഈ ഉപദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവിന് അടുത്തൊരു കാര്യമുണ്ട്. നടക്കേണ്ട വഴി കാണിച്ചു തരും. ഇതുവഴിയാ നീ പോകണ്ടേ, നീ ഇങ്ങനെയാ പോകണ്ടേ. സ്തോത്രം. എന്നിട്ടൊരു കാര്യമുണ്ട്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഈ ദൈവത്തിൻ്റെ ഒരിടപെടലുണ്ട്. കുറേ നാൾ നമ്മളിങ്ങനെ കൈകളിൽ വഹിക്കും, പിന്നെ അവൻ നമ്മളെ കണ്ണുകൊണ്ട് നടത്തും. ആമേൻ. ദൃഷ്ടി വെച്ച് എന്ന് പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ ഈ നമ്മുടെ ഹാനോക്കൊക്കെ ഉള്ളപ്പം എങ്ങനെ കളിക്കുകയാണെങ്കിലും, നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും, നമ്മളിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണവിടെയാണ്. യെസ്, കണ്ണുകൊണ്ട് നടത്തും. നമ്മൾ വെറുതെയാണോ ഈ ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്നേ? സത്യത്തിൽ അപ്പയാ. സ്വർഗീയ പിതാവേ, ഇന്ന് നിങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു കാര്യക്കും.
എൻ്റെ അപ്പ, എൻ്റെ പിതാവേ, നീ എൻ്റെ മറവിടമാണ്. സ്തോത്രം. എന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. എന്നെ രക്ഷയുടെ ഉല്ലാസ വസ്ത്രം ധരിപ്പിക്കുന്നവനാണ്. എനിക്ക് ആലോചന പറഞ്ഞു തരുന്നവനാണ്. പോകേണ്ട വഴിയെ കാണിച്ചു തരുന്നവനാണ്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടക്കേണ്ടവനാണ്. എന്നെ ടീച്ച് ചെയ്യുന്നവനാണ്. യെസ്. ഈ പിതാവിനോട് ഇതല്ല ഇന്നും എൻ്റെ ലൈഫിൽ നടക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, കർത്താവെ, ഇന്ന് രാവിലെ നൽകിയ നല്ല സ്നേഹത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മറവിടമാകുന്നു. ഞങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുവാൻ, സൂക്ഷിക്കപ്പെടുവാനുള്ള മറവിടം യേശുവെ അങ്ങാകുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് കർത്താവെ, ഇതാണ് വഴിയെന്ന് പറഞ്ഞ് ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ഉപദേഷ്ടാവാണ് കർത്താവെ അങ്ങ്. ഇന്ന് പൽക്കാലം വഴി അറിയാതെ ഇരിക്കുന്നവർക്ക്, ചില കൺഫ്യൂഷൻസിൽ ഇരിക്കുന്നവർക്ക് യേശുവെ അങ്ങ് ഇതാകുന്നു വഴിയെന്ന് ഒരു സ്പെസിഫിക് വേ അങ്ങ് കാണിച്ചു കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. നല്ലൊരു ഉപദേഷ്ടാവായി ഇരുന്ന് ഉപദേശിച്ച് നടത്തുന്ന, ഒരു അഡ്വൈസ് ചെയ്ത് നടത്തുന്ന ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇന്ന് പൽക്കാലം കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വഴികളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അതെ, ഈ വചനം നിങ്ങൾക്ക് തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മധുരമുള്ളതാണ്. ഈ വചനം 1000 പൊൻവെള്ളി നാണയത്തെക്കാളും വിലയേറിയതാണ്. യെസ്. കർത്താവ്, ഞങ്ങൾ ഈ പ്രഭാതത്തെ അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കുന്നു. അപ്പാ, കൂടെ ഇരിക്കണേ, കൈപിടിച്ച് നടത്തണേ, ടീച്ച് ചെയ്യണമേ, അവരെ ബലപ്പെടുത്തണമേ. തളർന്നു പോയെടുത്തവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണമേ, അവർക്ക് ശാസന കൊടുക്കണമേ, സ്നേഹം കൊടുക്കണമേ, സ്നേഹത്തിൻ്റെ പൊതിച്ചില് കൊടുക്കണമേ. അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ഈ ദിവസത്തെ എതിരേൽക്കുക. ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയതായിരിക്കും. യെസ്. കർത്താവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. കർത്താവ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ദിവസമായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം.